ഹലോ, നമുക്കിന്നൊരു കുക്കിംഗ് വീഡിയോ ആണ്. നമ്മളിന്ന് എഗ് മാക്രോണിയാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യം തന്നെ നമ്മൾ മാക്രോണി വേവിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരല്പം വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ അതിലേക്ക് ഒരല്പം ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. മാക്രോണിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് അതിലേക്ക് ഒരല്പം ഓയിലും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. സൺഫ്ലവർ ഓയിലാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 1 കപ്പ് മാക്രോണിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. വെള്ളം തിളച്ച ശേഷം മാത്രം മാക്രോണി ചേർത്ത് കൊടുക്കുക. ഓരോ മാക്രോണിയുടെ പാക്കറ്റിലും അതിൻ്റെ കുക്കിംഗ് ടൈം എഴുതിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതനുസരിച്ചിട്ട് വേണം നമ്മൾ കുക്ക് ചെയ്യാനായിട്ട് വെക്കാനും. ഇവിടെ 10 മിനിറ്റ് ആയിരുന്നു. 10 മിനിറ്റ് ആയപ്പോഴത്തേക്കും നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇത് നന്നായിട്ട് വെന്ത് വന്നു കഴിയുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഇതിൻ്റെ വെള്ളം മാറ്റാനായിട്ട് വെക്കാം. ഇനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം അടുപ്പത്ത് വെച്ച ശേഷം അതിലേക്ക് ലേശം എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഓയിലൊക്കെ നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് ഒരല്പം വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 വെളുത്തുള്ളിയാണ് ചേർത്തിരിക്കുന്നത്. അത്യാവശ്യം വലിയ വെളുത്തുള്ളി ആയതുകൊണ്ട് ഞാൻ 2 വെളുത്തുള്ളിയാണ് എടുത്തിരിക്കുന്നത്. അത് ചെറുതായിട്ട് അരിഞ്ഞ് വേണം നമ്മൾ ചേർക്കാൻ. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അതൊന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ട്. വെളുത്തുള്ളിയൊക്കെ ചെറുതായിട്ടൊന്ന് വാടി വരുമ്പോഴത്തേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇവിടെ ഞാൻ 1 സവാളയാണ് എടുത്തിരിക്കുന്നത്. അതും ചെറുതായിട്ട് അരിഞ്ഞാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി സവാളയൊക്കെ നന്നായിട്ടൊന്ന് വാടി വരട്ടെ. സവാളയൊക്കെ നന്നായിട്ട് വാടി വന്നു കഴിയുമ്പോൾ നമുക്കിതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ 1 തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. അരച്ച് വെച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ തക്കാളിയുടെ പച്ചമണമൊക്കെ പെട്ടെന്ന് മാറിക്കിട്ടും. തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് പച്ചമണം മാറി വന്നു കഴിയുമ്പോൾ നമുക്കതിലേക്ക് ഒരല്പം മുളക് പൊടിയും ഒരല്പം മാത്രം മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുരുമുളക് പൊടിയും. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരട്ടെ. എന്നിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത് വെള്ളം മാറ്റി വെച്ചിരിക്കുന്ന മാക്രോണിയാണ്. മാക്രോണിയും കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. മസാലയൊക്കെ മാക്രോണിയിലേക്ക് ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇതിലേക്ക് 2 മുട്ടയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. 2 മുട്ട ചേർത്ത ശേഷം നമുക്ക് ഇതിലേക്ക് ഒരല്പം ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം, മുട്ടയൊക്കെ അതിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഈ മസാലയ്ക്കും ഈ മുട്ടയ്ക്കും ആവശ്യമായിട്ടുള്ള ഉപ്പാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത ശേഷം നമുക്കിതിലേക്ക് ഒരല്പം ഒറിഗാനോ ആണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഒറിഗാനോ ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി, ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഞാനിവിടെ ഉണ്ടായതുകൊണ്ട് ചേർത്ത് കൊടുത്തേ ഉള്ളൂ. എന്നിട്ടൊരല്പം മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ സമയത്ത് വേണമെങ്കിൽ നമുക്കൊരല്പം ടൊമാറ്റോ കെച്ചപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇഷ്ടമുള്ളവർക്ക് ടൊമാറ്റോ കെച്ചപ്പ് ചൂടാവുമ്പോഴും അതിൻ്റെ ടേസ്റ്റ് വ്യത്യാസം മാറും. അതുകൊണ്ട് ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടില്ല. ഇവിടെ ഇഷ്ടമല്ലാത്തത് കൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ മാക്രോണി. വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട.